കാശീലബാദ് കൽപ്പാത്തി പറയും. വളരെ വിശേഷമാണ് ഈ ഗ്രാമം. ഈ കൽപ്പാത്തി എന്ന് പറയണത് ഒരു തമിഴ് അഗ്രഹാരമാണ്. കാവേരി നദിക്കരയിലാണ് ബ്രാഹ്മണர்கள் നിറയെ അഗ്രഹാരങ്ങൾ സൃഷ്ടിച്ച് താമസിച്ചുകൊണ്ടിരുന്ന കാര്യം. ഇവിടെ ഒരു നദിയുണ്ട്, നീളാ നദി. അപ്പോൾ ഈ നീളാ നദി കണ്ടപ്പോൾ അന്ന് നീളാ നദിയെല്ലാം എല്ലാ കാലത്തും നല്ലപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അത് കണ്ടപ്പോൾ അവർക്ക് കാവേരി നദിയുടെ ഒരു താരതമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു, ഈ നദീതീരത്ത് നമുക്ക് താമസിച്ചാൽ വളരെ സൗകര്യമായിരിക്കും, നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാമ്പോൾ തന്നെ നമുക്കൊരു കഷ്ടമില്ലാണ്ട് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. ചാത്തപ്പുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി, ഗോവിന്ദരാജപുരം പറഞ്ഞ് അങ്ങനെ ആ നദീതീരത്ത് തന്നെ ആ ബേസിനിൽ എല്ലാം കുറേ അഗ്രഹാരങ്ങളുണ്ടായി. അവസാന ഘട്ടത്തിൽ പാലക്കാട് 18 അഗ്രഹാരങ്ങൾ ഉണ്ടായി. വളരെ സ്വല്പമായിട്ടുള്ള രീതിയിലാണ് ഈ അഗ്രഹാരം. ഒരു ചുവർ കെട്ടിയ രണ്ട് വീടായി, ഒരു ചുവർ കെട്ടിയ ഒരു കെട്ട് നമ്മുടെ വീടായി, ഈ ചുവർ കെട്ടിയ അവർക്കൊരു വീടായി. അങ്ങനെ ഓരോ വീടുകൾക്കും ചിലവ് കമ്മിയായിട്ടും വല്ല ബുദ്ധിമുട്ടുകൾ കമ്മിയായിട്ടുള്ള രീതിയിലാണ് ഈ അഗ്രഹാരം. അഗ്രഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഹാരം എന്ന് പറഞ്ഞാൽ മാല, മാല പോലെയുള്ള വീടുകളാണ്. ഈ കൂട്ടായ്മ എപ്പോഴും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അഗ്രഹാരം. അതിൻ്റെ അവസാനത്തിൽ ഒരു ദേവൻ ഉണ്ടാവും, ഒരു അമ്പലം. അതെന്താണെന്ന് പറഞ്ഞാൽ ഗ്രാമദേവത, നമ്മുടെ ഈ ഗ്രാമത്തിനുള്ള ദേവത. ഇപ്പോൾ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തിയുടെ നോക്കിയാൽ ആ മന്തക്കരയിൽ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതാണ് ഞങ്ങളുടെ ഗ്രാമദേവത. ഇവിടെ ഓരോ ഗ്രാമദേവത മാത്രമേ ഉണ്ടായിരുന്നു. പഴയ കൽപ്പാത്തിയിൽ ആ പെരുമാൾ കോവിൽ, ലക്ഷ്മി നാരായണ പെരുമാൾ, ആ പെരുമാൾ കോവിൽ പണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ബ്രാഹ്മണർ ഭരണത്തിന് മുമ്പ് തന്നെ നമ്പൂതിരിമാരാ പൂജ ചെയ്തോളൂ. അതങ്ങനെ പെട്ടിട്ട് പോയി അവർ. അവിടെ 4-5 ഇല്ലങ്ങളുണ്ടായിരുന്നു. ആ ഇല്ലങ്ങൾ ഒക്കെ പൊളിച്ചിട്ടാണ് അവർ വീട് കെട്ടിയത്, അഗ്രഹാരം കെട്ടിയത്. ആ ഇല്ലങ്ങളിൽ തൊടിയിൽ നാഗപ്രതിഷ്ഠ ഉണ്ടല്ലോ. ഈ നമ്പൂതിരിമാരുടെ വീടുകളിലെല്ലാം നാഗപ്രതിഷ്ഠ ഉണ്ടാവും. അതൊരു സമ്പ്രദായമാണ്. അവർക്ക് നാഗപൂജ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ഈ ബ്രാഹ്മണർക്ക് നാഗപൂജയില്ല, അവർക്ക് പേടിയാണ്, അത് ചെയ്യില്ല. അപ്പോൾ അവർ ആ നാഗത്തിനൊക്കെ എടുത്ത് ആ പുഴയോരത്തൊരു ആൽത്തറ ഉണ്ടായിരുന്നു, ആ ആൽത്തറയിൽ കൊണ്ടുവച്ചു. അതാണ് ഈ താഴത്തിറങ്ങി അവിടെ നിറയെ കാണാം, ആലമ്പറയിൽ നിറയെ നാഗര്. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്, ഇതെല്ലാം ആ നാഗരാണ്. അപ്പോൾ ഒന്നും ഈ അമ്പലമില്ല അവർ ഭരണ സമയത്ത്. 14-ാം നൂറ്റാണ്ടിൽ ഒരു ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്ന് വരെയായിരുന്നു. അവരൊരു ശിവലിംഗത്തിനെ കൊണ്ടുവന്നു. ആ ശിവലിംഗത്തിന് ബാണലിംഗം എന്ന് പറയും. മറ്റേ ലിംഗങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കണതാണ്, മനുഷ്യനുണ്ടാക്കി. ഇത് മനുഷ്യനുണ്ടാക്കത്തല്ല, ഇത് സ്വയംഭൂവായിട്ട് വരണതാണ്. ആ ബാണലിംഗത്തിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതീക്ഷിക്കണം എന്ന് അവർക്കൊരു മനസ്സിൽ തോന്നി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഈ ബ്രാഹ്മണർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി രാജാവിനെ കണ്ടു.
രാജാവ് അതിനെ സമ്മതിച്ചു. അപ്പോൾ സ്ഥലം അവിടെ ആ കുണ്ടമ്പലമുള്ള സ്ഥലം ഉണ്ടായിരുന്നു, നല്ല പുഴയുടെ അരുവിലായിട്ട്. അപ്പോൾ അവിടെ കെട്ടിക്കൊടുത്തു രാജാവ്. 1424 ആ ശിവക്ഷേത്രം കെട്ടിയത്. ഈ 3 അഗ്രഹാരങ്ങൾ, അതായത് പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപ്പുറം, ഇതൊരു ക്ലസ്റ്ററാണ്. ഈ 3 അമ്പലങ്ങളും ചേർന്നിട്ടാണ് ആ ശിവക്ഷേത്രത്തിൽ ഒരു കോർഡിനേഷൻ കൊടുത്തത്. അവരെല്ലാവരും ഇവിടെ ആ ശിവക്ഷേത്രത്തിൽ ആശ്രയിച്ചിട്ടാണ് ഈ 3 അമ്പലങ്ങൾ കഴിഞ്ഞുകൊണ്ട്. എല്ലാവരും വന്ന് കാശിക്ക് പോകില്ല, അധികം ഇവിടെ തന്നെ ഇരിക്കും. ഈ കൽപ്പാത്തി പുഴ അത്ര വിശേഷമാണ്. കൾച്ചറലി ഈ അഗ്രഹാരങ്ങളെല്ലാം തന്നെ തമിഴ്നാട് സമ്പ്രദായത്തിലാണ് പണ്ട് ഉണ്ടായിരുന്നത്. ഓരോ വീടുകളിലും സ്ത്രീകൾ രാവിലെ എണീറ്റാൽ മുറ്റം തെളിക്കുക, ക്ലീൻ ചെയ്യുക, കോലമിടുക. കോലം അരിപ്പൊടി കൊണ്ട് കോലമിടും. അത് കഴിഞ്ഞ് കുളിച്ച് തൊടിയിലെ ഒരു തുളസിമാടുണ്ടാവും, ആ തുളസിക്ക് പൂജ ചെയ്യും. ഇത് സ്ത്രീകളുടെ ഒരു പതിവാണ് എപ്പോഴും. അതേമാതിരി വീടുകളിൽ ശിവപൂജ ഉണ്ടാവും. ആൾമോസ്റ്റ് മുഖ്യമായിട്ടുള്ള എല്ലാ വീടുകളിലും ഉണ്ടാവും. കോലം അരിപ്പൊടി കൊണ്ടാണ് വയ്ക്കുക. ആ അരിപ്പൊടിയുടെ കോലമിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് കോലം ഇട്ടാൽ അടുത്ത ദിവസം രാവിലെ കാണില്ല, എറുമ്പുകളെല്ലാം വന്ന് തിന്നിട്ട് പോകും. അവർക്ക് ഒരു ആഹാരത്തിനുള്ള ഒരു രീതിയാണ് അത്. ഈ എറുമ്പിനെ ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അശുഭം നടന്നു വെച്ചോളൂ ഈ വീട്ടിലെ കോല ഇടില്ല, ഒരു കൊല്ലത്തിന് കോല ഇടില്ല. അപ്പോൾ കോലമില്ലാത്ത വീട് കണ്ടാൽ എന്തോ ഒരു അശുഭം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം, ആളുകൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഓരോ സമ്പ്രദായങ്ങളും രീതികളുമായിട്ടാണ് ഇവിടെ കുടുംബം നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു കൾച്ചറൽ വേദി. ഈ രഥോത്സവ കാലത്ത് ഈ അഗ്രഹാരങ്ങൾ മുഴുവൻ ഒരു മിനുങ്ങി എല്ലാ വീടുകളും വൃത്തിയാക്കി ചുള്ളാമ്പ് പൂശി, കളർ പൂശി, എല്ലാം പൂശി, എല്ലാ ദേവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്നാണ് അവരുടെ വിശ്വാസം. നാട്ടിൽ പോയാൽ മുഖ്യമായിട്ടുള്ള അമ്പലങ്ങൾ മുഴുവൻ രഥം കാണാം. രഥമില്ലാത്ത അമ്പലം കംപ്ലീറ്റ് അല്ല. മുഖ്യമായിട്ടും അത് ശാസ്ത്രത്തിലാണ് പറയണത്. ആ രഥമെന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവത്തിൻ്റെ അമ്പലമാണത്. എപ്പോഴും ആ ദൈവമുണ്ടാവും. ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഇതര വിഗ്രഹങ്ങളും അവിടെ ഉണ്ടാവും എന്നാണ് എല്ലാവർക്കും വിശ്വാസം. തിരുനാവുക്കരശർ പറഞ്ഞിട്ടുണ്ട്, അത് രഥം എന്ന് പറയുന്ന ഒരു കറക്കോവിൽ. കറക്കോവിൽ എന്ന് പറഞ്ഞാൽ മൂവിങ് ടെമ്പിൾ. ഇതാണ് രഥത്തിൻ്റെ, അതൊരു ടെമ്പിളാണത്. അപ്പോൾ അതിന് ഒരു മുഖ്യത്വമുണ്ട് ആ രഥത്തിന്. ആ രഥത്തിൻ്റെ മുമ്പിൽ 4 കുതിരയുണ്ടാവും. പണ്ട് കാലത്ത് രഥത്തെ കുതിരയാണ് വലിക്കുക എന്ന് പറയും. ഇപ്പോൾ കാലത്ത് അങ്ങനെയല്ല. അതിൽ കുതിര, പക്ഷേ അവർ 4 കുതിര വയ്ക്കും. ആ 4 കുതിര എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളാണ്. ഈ 10 ദിവസം വേദപാരായണം നടക്കും. എല്ലാ വേദങ്ങളും, യജുർവേദം, ഋഗ്വേദം, സാമവേദം, അഥർവണ വേദം, ഈ 4 വേദങ്ങളും ഈ എല്ലാ ക്ഷേത്രങ്ങളിലും പാരായണം ചെയ്യും. കുട്ടികൾക്കൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ തേരിൻ്റെ അകത്ത് അവർക്കാണ് ഉത്സാഹം ജാസ്തി. അപ്പോൾ ഈ രഥത്തിന് വലിയ മുഖ്യമാണ്. അമ്പലത്തിലേക്ക് പോണത് എത്രത്തോളം മുഖ്യമാണ്, അതേമാതിരി രഥത്തിന് വേണം.
ഈ ഉത്സവകാലത്ത് രഥത്തിൽ ഭഗവാനെ വെച്ച് പ്രയാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. രഥത്തിനെ വലിക്കണത് എല്ലാവരും വലിക്കാം. രഥത്തിൽ വലിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കഷ്ടങ്ങളെല്ലാം അലിഞ്ഞു പോകും. ഈ തേരിനെ വലിക്കാൻ എല്ലാവരും വേണം. ഒരു ഗ്രാമമാണെങ്കിൽ ഗ്രാമത്തുകാരൻ ഭരിക്കുക. ഇത് പല ഇതുണ്ട്, 18 ഗ്രാമത്തിലുണ്ട്. അതിന് കുറേ ആളുകൾ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വരും. ആളുകൾ ബ്രാഹ്മണരായ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ളവരും വരും. അവർ വന്നാൽ ഇവിടെ സ്വീകരിക്കണമൊക്കെ ഈ വീടുകളാണ്. പണ്ട് കാലത്ത് പറയും 50 മൈൽ ശുദ്ധീകരണത്തിനുമുള്ള ആളുകൾ മുഴുവൻ വരണം എന്നാണ് രഥോത്സവത്തിന്. ഇങ്ങനെ 3 ദിവസം രഥപ്രയാണം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ വന്ന് എല്ലാം ബേസാവും. ബാക്കിയുള്ള അമ്പലത്തിലെ രഥങ്ങളും ഉണ്ടാവും. അതൊരു രഥസംഗമമായിട്ട് കാണും. പിന്നെ രാത്രി 1 മണിക്ക് പല്ലാക്ക് തേരെ പറയും. ഇവിടുത്തെ ഇട്ട് അലങ്കാരം കഴിഞ്ഞിട്ട് അത് പറയുമുണ്ട് രാത്രി. ഇവിടെ 5 അമ്പലമുണ്ട്. എല്ലാ അമ്പലത്തിലും കല്യാണോത്സവം. കല്യാണോത്സവം പറഞ്ഞാൽ 9 ദിവസം. 9 ദിവസം രാവിലെയും വൈകിട്ടും ഇങ്ങനെ ഗ്രാമപ്രശ്നമുണ്ട്. വലിയ വലിയ തേരില്ലേ, അതൊക്കെ അലങ്കാരം പണി. അത് കഴിഞ്ഞ് 10-ാമത്തെ ദിവസം ഊർവല പോകും. 2 കല്യാണം കഴിഞ്ഞിട്ട് ജാനുവാസം. ഈ രഥോത്സവം ദിവസം കൂടുമ്പോൾ കൊല്ലം കൂടുമ്പോഴും അത് വളരെ മുഖ്യത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ നടക്കുന്നുണ്ട്. എല്ലാവരും വന്ന് നല്ലപോലെ അനുഭവിക്കണം, എല്ലാ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്.